ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷമുള്ള ശക്തമായ നിലപാടുകളുടെ പേരിലാണ് ഭീഷണി. ഫോൺ കോളിലൂടെയാണ് ആസിഡ് ഭീഷണി മുഴക്കിയതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. നമുക്കറിയാം, തുടക്കം മുതൽ നടി ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പം ശക്തമായ നിലപാടുകൾ എടുത്തു നിന്ന ആളാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ഭാഗ്യലക്ഷ്മി. പല വിധത്തിലുള്ള എതിർപ്പുകൾ അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം, പ്രത്യേകിച്ചും ഈ വിധി വന്ന ശേഷം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തിയത് ശേഷം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, പരിഹാസങ്ങളൊക്കെ, അധിക്ഷേപങ്ങളൊക്കെ ഭാഗ്യലക്ഷ്മി നേരിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഈ സംഭവം എന്നാണ് കരുതുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, പറഞ്ഞതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഭീഷണികൾ, അധിക്ഷേപങ്ങളൊക്കെ ഭാഗ്യലക്ഷ്മി ഈ അതിജീവിതയ്ക്കൊപ്പം നിലപാട് ഉറപ്പിച്ചതിൽ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ദിലീപിനെതിരെ പറഞ്ഞാൽ ആസിഡ് ഒഴിക്കുമെന്നുള്ള ഭീഷണിയാണ് വന്നിരിക്കുന്നത്. ഇത് ആരാണ് ഈ ഭീഷണിപ്പെടുത്തിയത്? എന്താണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്? ഭവ്യ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഭാഗ്യലക്ഷ്മിക്ക് ഇത്തരത്തിൽ ഫോണിലൊരു കോൾ വരുന്നത്. ഇനിയും ഭാഗ്യലക്ഷ്മി ദിലീപിനെതിരെ സംസാരിച്ചാൽ ഇയാളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നുള്ളതാണ് ഒരു ആൾ മൊബൈൽ ഫോണിൽ ഇന്ന് ഉച്ചയോടെ വിളിച്ചിട്ട് ഇതേപോലെ സംസാരിച്ചത്. മാത്രമല്ല, ഇനി മേലിൽ വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയും കൂടെ മുഴക്കുന്നു. മാത്രമല്ല, വലിയ അസഭ്യം, പുറത്തു പറയാൻ കൊള്ളില്ലാത്ത ഒരു അസഭ്യം കൂടി ഇയാൾ തന്നോട് പറഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല, ഫേസ്ബുക്കിൽ ഈ ഒരു നമ്പർ അടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി. കാരണം ഒരു ഭീരുവാണ് തന്നെ, തൻ്റെ ഇടമില്ലാത്തൊരു ഭീരു പേര് പറയാതെ തന്നെ വിളിച്ച് തേറി പറഞ്ഞിരിക്കുന്നു, തന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, ഇത് ഏട്ടൻ്റെ ആരാധകനാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള തരത്തിലാണ് ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:07 ഒരു 19 സെക്കൻഡ് ദൈർഘ്യം വരുന്ന കോളിലാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും കേസിന് പോകുമെന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഭീഷണികളുമായി വരുന്ന ആളുകളോട് മുന്നിൽ പരാജയപ്പെടാൻ താൻ ഒരുക്കമല്ല. ഇവരുടെ കാര്യത്തിൽ നിയമപരമായി തന്നെ നേരിടും, ആ കാര്യത്തിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഇത്തരത്തിൽ ഭീഷണി സന്ദേശം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്ത കമൻറ്റ് ബോക്സിലും ഭാഗ്യലക്ഷ്മിക്കെതിരായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളാണ് ഇത്തരത്തിൽ ദിലീപിൻ്റെ അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഈ ഭബ്ബ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വിമർശനങ്ങളിലും ഭാഗ്യലക്ഷ്മിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാമർശങ്ങളും ദിലീപ് അനുകൂലികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നതിന് പിന്നാലെ ഭാഗ്യലക്ഷ്മി നടത്തിയ പരാമർശങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ദിലീപിന്റെ അനുകൂലികൾ ഭാഗ്യലക്ഷ്മിക്കെതിരെ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ ഭാഗ്യലക്ഷ്മി തയ്യാറായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഭീഷണി സന്ദേശം ദിലീപിന്റെ അനുകൂലികളിൽ നിന്നുണ്ടാവുന്നത്. അക്കാര്യത്തിൽ എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാഗ്യലക്ഷ്മിയുടെ തീരുമാനം. പക്ഷേ ഇതിൽ ഇപ്പോൾ ദിലീപിന്റെ അനുകൂലികളാണ് ഇതിന്റെ പിന്നിലുള്ളത് ഭാഗ്യലക്ഷ്മിയുടെ ആരോപണമാണ്. ആ കാര്യം തെളിയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ചർച്ചയാകേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഫോൺ കോളിന് പിന്നിൽ ആരാണ്, അത് അയാളുടെ പേരും മറ്റ് വിവരങ്ങളും ഒക്കെ അറിയുന്നതിന് വേണ്ടി സൈബർ സെല്ലിലാണ് ഇപ്പോൾ കേസ് കൊടുക്കാൻ ഭാഗ്യലക്ഷ്മി തയ്യാറായിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് വേണം കരുതാൻ. ഭവ്യ, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.